ഹായ് പ്രയാഗ, സുഖമാണോ? എത്ര നാളായി കണ്ടിട്ട്? കുറച്ചു നാളായി ഞാൻ ഔട്ട് ഓഫ് സ്റ്റേഷനാണ്. നിന്റെ വിവാഹം കഴിഞ്ഞു എന്നറിഞ്ഞു, സത്യമാണോ? സായുജ്യ അവളോട് ചോദിച്ചു. കാണാൻ വളരെയധികം സുന്ദരിയായ സായുജ്യ വ്യത്യസ്തമായ ഒരു മോഡേൺ ഡ്രസ്സായിരുന്നു ധരിച്ചിരുന്നത്. മോളെ, അവളുടെ വിവാഹം കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ കഴിഞ്ഞു, ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല. അങ്ങനെയാണ് അവസ്ഥ. ദേ കണ്ടില്ലേ, അവിടെ ഇരിക്കുന്ന അവനാണ് രേണുകയുടെ മരുമോൻ. അംബിക കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. സായുജ്യ അർജുനെ ഒന്ന് നോക്കി. ഒരു വെള്ള ടീഷർട്ടും ജീൻസും ഇട്ട് കയ്യിലൊരു വാച്ച് പോലുമില്ലാതെ ഇരിക്കുന്ന അവനെ കണ്ടപ്പോൾ ഒരു സാധാരണക്കാരനെ പോലെ തോന്നി അവൾക്ക്. ഇത്തരമൊരു പരിപാടിയിൽ പങ്കെടുക്കേണ്ട യാതൊരു സ്റ്റാൻഡേർഡും അവനില്ലെന്ന് ആലോചിച്ച് അവൾ അവനെ പുച്ഛത്തോടെ നോക്കി. ഓ, അവൻ എന്താ ചെയ്യുന്നേ? സായുജ്യ ചോദിച്ചു. അവനു മുമ്പ് ഒരു ജ്യൂസ് കടയുണ്ടായിരുന്നു. ഇപ്പോൾ പ്രയാഗയുടെ അസിസ്റ്റന്റായിട്ട് ജോലി ചെയ്യുന്നു. അംബിക ഒരു പരിഹാസത്തോടെ പറഞ്ഞു. അത് കേട്ടതും അവൾ ജീവനെ അഭിമാനത്തോടെ നോക്കി. തനിക്കൊരു പണക്കാരനായ ആളെ തന്നെയാണല്ലോ കിട്ടിയത് എന്നോർത്ത് ആശ്വസിച്ചു. മഹാദേവ, ഇനിയിപ്പോ നമ്മൾ അയൽക്കാരല്ലല്ലോ. ഞങ്ങൾ പുതിയ വീട്ടിലേക്ക് മാറുകയല്ലേ. ഇനി നമ്മൾ എന്നാണ് ഒന്നിച്ചൊന്ന് കൂടുന്നത്? അതുകൊണ്ട് ഇന്ന് നമുക്ക് അല്പം കഴിക്കാം. പരമേശ്വരൻ ചിരിച്ചുകൊണ്ട് ഒരു ഗ്ലാസ് എടുത്ത് അയാൾക്ക് കൊടുത്തു. അല്ല, നിങ്ങളുടെ ആ വീട് ഒരുപാട് പഴയതല്ലേ? കൂടാതെ ഇപ്പോ ആ ഭാഗത്ത് ആരുമില്ല താനും. നിങ്ങൾ മാത്രമേ ഉള്ളൂ അവിടെ. ഇനി എത്ര കാലമാണ് ആ വീട്ടിലിങ്ങനെ താമസിക്കുന്നത്? ഇപ്പോൾ പ്രയാഗയ്ക്ക് നല്ല ജോലിയൊക്കെ ആയില്ലേ? ഒരു പുതിയ വീട് വാങ്ങിക്കൂടെ? അവളെ കാണാൻ വരുന്ന ആൾക്കാർക്കൊക്കെ ആ പഴഞ്ചൻ വീട്ടിൽ വരുന്നത് നാണക്കേടായിരിക്കും, അംബിക മഹാദേവനോട് പറഞ്ഞു. രേണുകയ്ക്ക് അവരുടെ സംസാരം അത്ര ഇഷ്ടപ്പെട്ടില്ല. അതെ പരമേശ്വരൻ, പത്രങ്ങളും മാഗസിനുകളും ഒക്കെ കാണുന്നുണ്ടോ? എല്ലാത്തിലും പ്രയാഗയുടെ ഡിസൈൻ നിറഞ്ഞു നിൽക്കുക. അത് കോടികൾക്കാ വിറ്റുപോയത്. വിഷയം മാറ്റാൻ എന്നോണം അവർ ഇടയിൽ കയറി പറഞ്ഞു. അംബിക അവരെ ആ പാർട്ടിയിലേക്ക് വിളിച്ചത് തന്നെ മരുമകന്റെ പണപ്പെരുപ്പം വിളിച്ചറിയിക്കാനായിരുന്നു. അങ്ങനെയുള്ളപ്പോൾ രേണുകയും മിണ്ടാതിരിക്കുമോ? രേണുക മകളെക്കുറിച്ച് പൊക്കി പറഞ്ഞത് കേട്ട് അംബിക വീണ്ടും തന്റെ മരുമകനെ പുകഴ്ത്താൻ തുടങ്ങി. കേട്ടോ രേണുകെ, ഞങ്ങളുടെ മരുമകൻ ഞങ്ങൾക്ക് 80 ലക്ഷം രൂപയുടെ വില്ലയാണ് വാങ്ങിച്ചിരിക്കുന്നത്. അതും വൃന്ദാവൻ കോളനിയിലെ ഏറ്റവും ലക്ഷൂറിയസ് ആയിട്ടുള്ളൊരു വില്ല. ഞങ്ങൾ വേണ്ടെന്ന് എത്ര പറഞ്ഞെന്നോ, അവൻ കേൾക്കുന്നേ ഉണ്ടായില്ല. അവർ പറഞ്ഞതും, എവിടെയാണെന്നാ പറഞ്ഞേ? വൃന്ദാവൻ കോളനിയിലോ? അർജുൻ ഇടയിൽ കയറി ചോദിച്ചു. എന്തേ, നീ കേട്ടിട്ടുണ്ടോ അതിനെക്കുറിച്ച്? അംബിക മുഷിപ്പോടെ ചോദിച്ചു. കേൾക്കുക മാത്രമല്ല, 2 ദിവസം മുൻപ് ഞാൻ അവിടെ പോവുകയും ചെയ്തിരുന്നു, അർജുൻ പറഞ്ഞു. ഇത് കേൾക്കുന്നുണ്ടോ ചേട്ടാ? അവൻ വൃന്ദാവൻ കോളനിയിൽ പോയിരുന്നു എന്ന്. അപ്പോ അവൻ കണ്ടിട്ടുണ്ടാകും അവിടുത്തെ വില്ലകളൊക്കെ. നിങ്ങളും അവിടെ ഒരു വില്ല നോക്കിക്കോ എന്ന് പറയണമെന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് പറ്റിയ ചെറിയ ടൈപ്പ് വില്ലകളൊന്നും അവിടെ ഉണ്ടാകാൻ വഴിയില്ല. അംബിക അത് പറഞ്ഞപ്പോൾ രേണുക അർജുനെ രൂക്ഷമായി നോക്കി. അവൻ അവിടെ പോയ കാര്യം പറഞ്ഞതുകൊണ്ടാണ് അംബിക വീണ്ടും തങ്ങളെ കൊച്ചാക്കിയത് എന്നോർത്താണ് അവർക്ക് ദേഷ്യം വന്നത്. അല്ല അർജുൻ, നീ എന്തിനാ വൃന്ദാവൻ കോളനിയിലേക്ക് പോയത്? ജീവൻ ചോദിച്ചു. ഞാനൊരു വില്ല വാങ്ങാൻ അവിടെ പോയതാണ്, അർജുൻ പറഞ്ഞു. എന്തോ വില്ല വാങ്ങാനോ? അവിടെയോ? എന്തിനാ അർജുൻ കള്ളം പറഞ്ഞ് എല്ലാവരുടെയും മുമ്പിൽ ഞങ്ങളെ നാണം കെടുത്തുന്നത്? രേണുക ദേഷ്യത്തോടെ അവനോട് ചോദിച്ചു. പ്രയാഗയ്ക്ക് ഇന്ന് നല്ലൊരു ജോലി ഉള്ളതുകൊണ്ടാണ് ഇതുപോലെയുള്ളൊരു പാർട്ടിയിൽ ഇരിക്കാനുള്ള സ്റ്റാറ്റസ് ഉണ്ടായത്. ഇവൻ കള്ളത്തരമെല്ലാം പറഞ്ഞ് അതില്ലാതാക്കുമെന്ന് തോന്നുന്നു. രേണുക സ്വയം പിറുപിറുത്തു. നിനക്കൊന്നും മിണ്ടാതിരുന്നൂടെ? ദൈവത്തെ ഓർത്ത് ഞങ്ങളുടെ മാനം കെടുത്താൻ വേണ്ടി ഇനി വായ തുറന്നു പോകരുത്, രേണുക അർജുനോട് പതിയെ പറഞ്ഞു. നീയൊന്ന് അടങ്ങ് രേണുകയെ, അർജുൻ സംസാരിക്കട്ടെ, അംബിക രേണുകയെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു. ആ അർജുൻ, വൃന്ദാവൻ കോളനിയിൽ എവിടെയാണ് നീ വില്ല വാങ്ങിയത്? എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട്? ഇന്റീരിയർ എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ടോ? അംബിക ചോദിച്ചു. സത്യം പറഞ്ഞാൽ അതിനിടെ ഞാൻ കുറച്ച് തിരക്കിലായിപ്പോയി. അതുകൊണ്ട് കാര്യങ്ങളൊന്നും വിശദമായി എനിക്കറിയില്ല, അർജുൻ പറഞ്ഞു. എന്താ, നിനക്കറിയില്ലെന്നോ? നിങ്ങളുടെയൊക്കെ സ്റ്റാറ്റസ് അനുസരിച്ച് വൃന്ദാവൻ കോളനിയിൽ ഒരു വില്ല വാങ്ങാൻ പോകുന്നു എന്ന് കേൾക്കുന്നത് തന്നെ വലിയൊരു തമാശയാണ്. അതും പറഞ്ഞവർ രേണുകയുടെ നേരെ തിരിഞ്ഞു. കണ്ടില്ലേ രേണുകെ, എന്റെ മരുമകനും നിന്റെ മരുമകനും തമ്മിലുള്ള വ്യത്യാസം. എന്റെ മരുമോൻ ശരിക്കും ഒരു വലിയവൻ തന്നെയാണ്, അംബിക ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആ സമയത്തിനായി കാത്തിരുന്ന ജീവൻ പോക്കറ്റിൽ കൈയിട്ട് അവന്റെ കാർഡെടുത്ത് അർജുന് നേരെ നീട്ടി. ഇതാണ് എന്റെ വിസിറ്റിംഗ് കാർഡ്. ഞാൻ സ്റ്റേറ്റ്സിൽ പഠിച്ച് അവിടെ വലിയ കമ്പനികളിലൊക്കെ വർക്ക് ചെയ്ത് ഈ അടുത്താണ് ഇന്ത്യയിൽ വന്നത്. ഇവിടെ എനിക്കൊരു വലിയ റിയൽ എസ്റ്റേറ്റ് കമ്പനിയിൽ ജനറൽ മാനേജറായി ജോലി ലഭിച്ചു. കൂടാതെ ആ കമ്പനിയിൽ എനിക്ക് പാർട്ട്ണർഷിപ്പും ഉണ്ട്. ഇപ്പോൾ എന്റെ റിയൽ എസ്റ്റേറ്റ് കമ്പനി സിറ്റിയിലെ നമ്പർ 1 കമ്പനിയാണ്, ജീവൻ പറഞ്ഞു. അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ രേണുകയുടെ മുഖം വല്ലാതെ മാറിപ്പോയിരുന്നു. അയൽപക്കക്കാരുടെ മരുമകൻ വലിയവനാണെന്നും തന്റെ വീട്ടിലുള്ളത് ഒരു പിച്ചക്കാരനാണെന്നും അവർക്ക് തോന്നി.
തന്റെ മോളുടെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നോർത്ത് അവർക്ക് വല്ലാത്ത നിരാശ തോന്നി. ജീവനല്ലല്ലോ വൃന്ദാവൻ റിയൽ എസ്റ്റേറ്റിന്റെ ജനറൽ മാനേജർ, അർജുൻ സംശയത്തോടെ പറഞ്ഞു. പിന്നെ അല്ലാതെ? അല്ലെങ്കിൽ ഒരു സാധാരണ ജ്യൂസ് കട നടത്തുന്ന നിനക്കെങ്ങനെയാ ഇത്ര വലിയ വൃന്ദാവൻ റിയൽ എസ്റ്റേറ്റിനെ കുറിച്ചൊക്കെ അറിയുന്നത്? അംബിക ചോദിച്ചു. ജീവൻ അത്ര വലിയൊരു കമ്പനിയിലെ ജനറൽ മാനേജർ ആണെങ്കിൽ എന്തിനാ അവനൊരു ലോ കോസ്റ്റ് വില്ല നിങ്ങൾക്കായി വാങ്ങിയത്? അർജുൻ ശാന്തമായി ചോദിച്ചു. അത് കേട്ട ദേഷ്യത്തിൽ അംബിക ഇരുന്നിടത്തുനിന്ന് ചാടിയെണീറ്റ് കയ്യിലിരുന്ന ഗ്ലാസ് നിലത്തെറിഞ്ഞു പൊട്ടിച്ചു. എന്താ അർജുൻ, നിനക്ക് എന്തും പറയാമെന്നായോ? ഞങ്ങളുടെ മരുമോൻ ഞങ്ങൾക്കൊരു ലോ കോസ്റ്റ് വില്ല വാങ്ങിത്തന്നു എന്നാണോ നീ പറയുന്നത്? നിനക്ക് വാങ്ങാൻ കഴിയുമോ 80 ലക്ഷം രൂപയുള്ള ഒരു വില്ല? ദിവസം 500 രൂപയെങ്കിലും നിനക്ക് നിന്റെ ജ്യൂസ് കടയിൽ നിന്ന് കിട്ടാറുണ്ടോ? അതുപോലൊരു വീട്ടിൽ വാടകയ്ക്ക് താമസിക്കാൻ പോലും നിനക്കൊന്നും യാതൊരു അർഹതയുമില്ല, അവർ വീറോടെ പറഞ്ഞു. വൃന്ദാവൻ കോളനിയിലെ ഓരോ വീടിനും 1 കോടി രൂപയ്ക്ക് പുറത്തുണ്ട് വില. എന്നിട്ട് നിങ്ങളുടെ മരുമകൻ വാങ്ങിയത് 80 ലക്ഷം രൂപയുടെ വീടല്ലേ? അതുമാത്രമല്ല, ഇന്നുച്ചയ്ക്ക് ഞാൻ അവിടുത്തെ ജനറൽ മാനേജർ മോഹൻകുമാറിനെ കണ്ടതാണ്. അയാളുടെ പൊസിഷനിൽ അവിടെ വേറൊരു ജനറൽ മാനേജർ ഇല്ല, അർജുൻ പറഞ്ഞു. സ്വന്തമായി ഒന്നും ഉണ്ടാക്കാനോ കഴിവില്ല, എന്നിട്ട് മറ്റുള്ളവരുടെ കഴിവിൽ അസൂയപ്പെടുകയാണ്. ഒന്ന് പരുങ്ങിയ ജീവൻ ദേഷ്യത്തോടെ പറഞ്ഞു. നിന്നെപ്പോലൊരു യൂസ്ലെസ്സിനെ എങ്ങനെ ഈ പെൺകുട്ടി സഹിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു പെൺകുട്ടിക്ക് ഇഷ്ടപ്പെടാനുള്ള യാതൊരു ക്വാളിറ്റിയും നിനക്കില്ല. വിദ്യാഭ്യാസമോ സൗന്ദര്യമോ പണമോ വീടോ ഒന്നും നിനക്കില്ല. അവൾക്കൊരു ജോലി ഉള്ളതുകൊണ്ട് മാത്രം നീയും ജോലി ചെയ്ത് ജീവിച്ചു പോകുന്നു. അങ്ങനെയുള്ള നിനക്ക് എന്നെപ്പറ്റി പറയാൻ എന്ത് യോഗ്യതയാണുള്ളത്? ജീവൻ ദേഷ്യത്തോടെ പറഞ്ഞു. ഞാൻ അതിനൊന്നും പറഞ്ഞില്ലല്ലോ നിന്നെ. ശരിക്കും നീ എന്ത് ജോലിയാ ചെയ്യുന്നത്? അതൊന്നും പറയൂ കേൾക്കട്ടെ, അർജുൻ പരിഹാസത്തോടെ അവനോട് ചോദിച്ചു. മിണ്ടാതിരിക്ക അർജുൻ, വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലേ, രേണുക അവനോട് ദേഷ്യപ്പെട്ടു. ആന്റി അവനെ തടയൊന്നും വേണ്ട, ജീവൻ ദേഷ്യത്തോടെ പറഞ്ഞു. രേണുക ദേഷ്യപ്പെട്ടതിനാൽ അർജുൻ പിന്നെ സംസാരിക്കാൻ താല്പര്യം കാണിച്ചില്ല. നിനക്ക് ചോദിക്കാനുള്ളത് നീ ചോദിക്കേ അർജുൻ, ജീവൻ പിന്നെയും അവനോട് ചോദിച്ചു. ശരി, നീയാണ് അവിടുത്തെ ജനറൽ മാനേജറെങ്കിൽ ഞാൻ മോഹൻകുമാറിനെ ഒന്ന് വിളിച്ചു ചോദിക്കട്ടെ. അദ്ദേഹത്തിന്റെ കാർഡ് എനിക്ക് തന്നിരുന്നു, അതിന് നമ്പറും ഉണ്ട്, അർജുൻ പുരികമുയർത്തിക്കൊണ്ട് അവനോട് ചോദിച്ചു. എന്താ, നിനക്ക് മോഹൻകുമാറിനെ അറിയുമോ? ജീവൻ പരിഭ്രമത്തോടെ ചോദിച്ചു. അർജുൻ മോഹൻകുമാറിനെ കുറിച്ച് പറഞ്ഞതും ജീവൻ അല്പമൊന്ന് ഭയന്നു. എങ്കിലും അവൻ ആ ഭയം മുഖത്ത് പ്രകടിപ്പിക്കാതെ നിന്നു. അവൻ വിഷയം മാറ്റാൻ ശ്രമിച്ചപ്പോൾ അർജുൻ വീണ്ടും ആ വിഷയത്തിലേക്ക് തന്നെ അവനെ കൊണ്ടുവന്നു. ആരാ മോനെ മോഹൻകുമാർ? അംബിക അവന്റെ മുഖത്തെ മാറ്റം ശ്രദ്ധിച്ചുകൊണ്ട് ചോദിച്ചു. അവന്റെ മുഖത്തെ ഈ മാറ്റം രേണുകയും ശ്രദ്ധിച്ചിരുന്നു. അല്ല, മോഹൻകുമാറാണ് ജനറൽ മാനേജറെങ്കിൽ ജീവൻ ആരാണ്? ജീവൻ കള്ളം പറഞ്ഞതാണോ? കിട്ടിയ അവസരം പാഴാക്കാതെ രേണുകയും ചോദിച്ചു. ഏയ് നോ, ഞാൻ മോഹൻകുമാറിന്റെ താഴെയുള്ള അസിസ്റ്റന്റ് മാനേജറാണ്. സിറ്റിയിലെ ഒരു ബ്രാഞ്ച് നോക്കുന്നത് ഞാനാണ്, ജീവൻ പരിങ്ങിക്കൊണ്ട് പറഞ്ഞു. ശരിക്കും അവൻ ആ കമ്പനിയിലെ ഒരു ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് മാനേജർ മാത്രമാണ്. നിന്റെ സംസാരം കേട്ടാൽ നീയാണ് അവിടുത്തെ ജനറൽ മാനേജർ എന്ന് തോന്നുമല്ലോ. നീ കള്ളം പറയുകയാണെന്ന് എനിക്കറിയാം. സത്യത്തിൽ മിസ്റ്റർ മോഹൻകുമാർ ആരെയും നേരിട്ട് കാണാറില്ല. പിന്നെ എങ്ങനെയാണ് അയാളുടെ കാർഡ് നിന്റെ കയ്യിൽ വന്നത്? എനിക്കറിയാം, അദ്ദേഹത്തിന്റെ കാർഡ് നിനക്ക് എവിടെ നിന്നെങ്കിലും കിട്ടിയതായിരിക്കും. എന്നിട്ട് നീ ഇപ്പോൾ അദ്ദേഹത്തിന്റെ വലിയ പരിചയക്കാരനാണെന്ന് അഭിനയിക്കുകയാണ്, ജീവൻ അവനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു. അതെ ജീവ, ഈ അർജുൻ ഇത്രയും വലിയ ആളുകളുമായി കോണ്ടാക്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ ആരാ വിശ്വസിക്കുക? അവൻ ആ കാർഡ് എവിടെ നിന്നെങ്കിലും കണ്ടെത്തിയിരിക്കണം, അല്ലെങ്കിൽ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കിട്ടിയതാവും, അംബിക പറഞ്ഞു. യഥാർത്ഥത്തിൽ എനിക്ക് മോഹൻകുമാറിനെ കുറിച്ച് കൂടുതൽ അറിയില്ല. കഴിഞ്ഞ തവണ ഞാൻ വൃന്ദാവൻ കോളനിയിൽ ഒരു വില്ല വാങ്ങിയപ്പോൾ അദ്ദേഹമാണ് എന്നെ സഹായിച്ചത്, അർജുൻ പറഞ്ഞു. വൃന്ദാവൻ കോളനിയിൽ നീ വീട് വാങ്ങിയെന്നോ? ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.